സിംബാബ്വെക്കെതിരെ ഇന്ത്യ നിർണായകമായ വിജയം നേടിയിരുന്നു. സെമി ഫൈനൽ സാധ്യതകൾ ഇന്ത്യ ഏതാണ്ട് ഉറപ്പിച്ച ഒരു വെസ്റ്റ് ഇൻഡീസുമായി ജയിച്ചാൽ സെമിയിലേക്ക് കടക്കാം. അത് പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. അവിടെയാണ് സഞ്ജു സാംസൺ ആദ്യമായി ലോകകപ്പ് മത്സരം കളിച്ച ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. സഞ്ജു വിക്കറ്റ് കീപ്പറായും സഞ്ജു ഇന്നലെ അവതരിക്കുന്നത് കണ്ടു. ഇന്നലെ സഞ്ജു സാംസൺ എടുത്തത് 15 പന്തിൽ 24 റൺസാണ്. പക്ഷേ അത് താരതമ്യേന ചെറിയ സ്കോറാണ് എങ്കിൽ പോലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഏറെ നിർണായകമായി മാറി എന്നുള്ള പ്രശംസ സഞ്ജുവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട്. ഡഗൌട്ടിൽ ഗൗതം ഗംഭീറും സഹപരിശീലകനും സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വൈറലായി. അത് പുറത്തു വന്നു. ഒപ്പം ഇർഫാൻ പഠാൻ വളരെ പ്രധാനപ്പെട്ട പരാമർശം സഞ്ജുവുമായി ബന്ധപ്പെട്ട് നടത്തി. കാരണം നേരത്തെയൊക്കെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഒരു പ്രധാന പ്രശ്നം. സഞ്ജുവിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് 24 റൺസ് ഒരു അടിത്തറ പാകി. തുടർന്ന് വന്ന അഭിഷേക് ശർമ്മ, ഫോം ഔട്ടായിരുന്ന അഭിഷേക് ശർമ്മയ്ക്ക് പെട്ടെന്ന് ട്രാക്കിലേക്ക് വരാൻ സാധിച്ചു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ സഹായകരമായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വലിയ ദീർഘമായ ഇന്നിങ്സ് ആയിരുന്നില്ല എങ്കിൽ പോലും സഞ്ജുവിന് വലിയ അഭിനന്ദനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, സഞ്ജുവിന് അവസരം കൊടുത്തപ്പോൾ അത് കൃത്യമായി മുതലാക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു 50-ലേക്കൊക്കെ സഞ്ജു എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. തകർപ്പൻ തുടക്കമായിരുന്നു സഞ്ജുവിൻ്റെത്. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് പുറത്തായി. പക്ഷേ ആ 24 റൺസിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് ടീം. മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് ചർച്ച ചെയ്തപ്പോ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് ഓപ്പണിംഗിൽ സഞ്ജു ഇറങ്ങി ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കൊടുക്കുക. ടീം മാനേജ്മെന്റിന്റെ പക്ഷത്ത് നിന്ന്, ഗൗതം ഗംഭീറിന്റെ പക്ഷത്ത് നിന്ന്, സൂര്യകുമാർ യാദവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അവർ സഞ്ജുവിന് കൊടുത്തിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ്: ഇന്ത്യയെ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോകാം. കാരണം ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ 9 റൺസ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് ഈ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ഹയസ്റ്റ് റൺസ് 9 റണ്ണാണ് സഞ്ജു ഇല്ലാത്ത മത്സരത്തിൽ. ഇപ്പൊ നമീബിയക്കെതിരെ മാത്രമാണ് കുറച്ചെങ്കിലും ഉള്ളത്. അപ്പോ സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം: ഈ 50 അടിക്കണ്ട, 100 അടിക്കണ്ട, ഈ ടീമിനെ ഒരു നല്ല ഫ്ലൈയിങ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. സഞ്ജു കൃത്യമായി അത് ചെയ്യുന്നു. 48 റൺസ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇന്ത്യ എടുക്കുന്നു. സഞ്ജു ഔട്ട് ആവുന്നു, ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ പോകുന്നു. ഗൗതം ഗംഭീറുമായി ഹൈഫൈ, മോണെ മോഡ്കലുമായി ഹൈഫൈ, ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് കോട്ടക്കുമായിട്ട് ഹൈഫൈ. വളരെ സന്തോഷത്തോടെ, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നതാണ് നമ്മൾ പിന്നീട് സഞ്ജുവിനെ കാണുന്നത്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന റോള് സഞ്ജു കൃത്യമായി ചെയ്തിട്ടാണ് പോയത്. 15 പന്തിൽ നിന്നും 24 റൺസ് എടുത്തിട്ട് സഞ്ജു തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ക്യാമ്പ് ഹാപ്പിയാണ്. കാരണം സഞ്ജുവിൽ നിന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു 50-100 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സഞ്ജു ചെയ്യാവുന്ന 100% എന്താണോ അത് കമ്മിറ്റ് ചെയ്തിട്ട് സഞ്ജു സാംസൺ തിരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞിട്ട് വന്ന ഇഷാൻ കിഷൻ വളരെ സെറ്റിൽഡ് ആയിട്ട് കളിച്ചപ്പോൾ മറുഭാഗത്ത് നിന്ന് അഭിഷേക് ശർമ്മ അടിച്ചു കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ബോൾ തൊട്ടുള്ള ഇന്ത്യൻ വ്യക്തമാക്കി. 13 പന്തിൽ നിന്ന് 33 റൺസ്. അത് കഴിഞ്ഞ് ഹാർദിക് പാണ്ഡ്യ ഇറങ്ങി അർദ്ധ സെഞ്ചുറി അടിക്കുന്നു. അത് കഴിഞ്ഞിറങ്ങിയ തിലക് വർമ്മ ജെം ഓഫ് ഇന്നിംഗ്സ് കളിക്കുന്നു. ഈ T20 ലോകകപ്പിൽ തിലക് വർമ്മ ഇതുപോലൊരു മാജിക്കൽ ഇന്നിംഗ്സ് കളിക്കുന്നു സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കാണിക്കുന്നു. അതായത് സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങിയതോടുകൂടി എല്ലാവരുടെയും പൊസിഷൻ വ്യക്തമായി. എല്ലാവരും അവരവരുടെ റോള് കളിച്ചു. എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് 150 മുതൽ 275 വരെ നിൽക്കുന്നു. ഏറ്റവും കുറവ് സ്ട്രൈക്ക് റേറ്റ് സഞ്ജു സാംസണാണ്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് സൂര്യകുമാർ യാദവിനാണ്. എല്ലാവരും ഫ്ലവേഴ്സ്. നമ്മൾ ആ സ്കോർ കാർഡ് കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റർ പോലും മോശമായിട്ട് കളിച്ചിട്ടില്ല. എല്ലാവരും ഗംഭീരമായി കളിച്ചിരിക്കുന്നു. അത് ഒരു സ്വപ്ന സ്കോർ കാർഡാണ്. നമ്മൾ സ്വപ്നമായ കിരാശേരി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ബാറ്റിംഗ് സ്കോർ കാർഡാണിത്. സോ സഞ്ജു ഫെയിലായെന്ന് വാദിക്കാൻ ഞാൻ തയ്യാറല്ല. എന്താണോ ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീം എന്താണോ സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ദൗത്യം, അത് 100% ഡെലിവർ ചെയ്തിട്ടാണ് സഞ്ജു തിരിച്ച് ഡക്കൗട്ടിലേക്ക് പോയത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് റെഡി ആയത്. എഴുതി വെച്ച് തരാം, വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഒരു ചേഞ്ച് പോലും ഇന്ത്യ നടത്തൂല. കാരണം ഇന്ത്യ കാത്തിരുന്ന വിന്നിംഗ് കോമ്പിനേഷനേക്കാൾ ഉപരി ഒരു സെറ്റ് 11 എന്തായിരുന്നോ അവർക്ക് വേണ്ടത്. കൊൽക്കത്തയിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്താണോ പ്ലേയിങ് 11 അവർക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് 72 റൺസിന് പരാജയപ്പെടാൻ കാരണം ഒരുപക്ഷെ കുറച്ചുകൂടെ വലിയ മാർജിൽ ജയിച്ചത് ശിവം ദുബൈക്ക് അനാവശ്യമായിട്ട് ആ 2 ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹാർദിക് പാണ്ഡ്യക്കും ബുംറയ്ക്കും ഒക്കെ ഓരോ ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ കളി ജയിച്ചത് കൊണ്ട് തന്നെ ശിവം ദുബൈ ചിലപ്പോൾ ഹാൻഡി ആകാമെന്ന് കരുതി 2 ഓവർ 46 റൺസ് വഴങ്ങി. അത് മാത്രമാണ് ആ മാർജിനിൽ ഉണ്ടായ ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മൾ ഈസിലി ഒരു 90 മുകളിലോ അല്ലെങ്കിൽ 100 റൺസിന് മുകളിലോ ഒക്കെ നമ്മൾ ജയിച്ചേ. ബട്ട് അത് വിട്ടേക്ക്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ആ പ്ലേയിങ് 11 ഉണ്ടല്ലോ, അത് ഇന്ത്യക്ക് കിട്ടി.
അതുകൊണ്ട് സഞ്ജു ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ കളിക്കും, ഒരു തർക്കവുമില്ല. തുടർന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിലും കളിച്ചിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായും ബൗളിംഗിലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.